ചേട്ടാ നമസ്കാരം. നമസ്കാരം. C-7 വിമാനം ഇന്ത്യയിലേക്ക് പറന്നിറങ്ങിയിരിക്കുകയാണ്. ഈ വിമാനം ഇന്ത്യയിലേക്ക് പറന്നിറങ്ങുമ്പോൾ ഇന്ത്യയിൽ എസ്പെഷ്യലി കേരളത്തിൽ വലിയ രീതിയിലുള്ള ചർച്ചകളൊക്കെ നടക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ഞാൻ അടുപ്പുകൂട്ടി ചർച്ച കാണുകയായിരുന്നു. അപ്പോൾ അതിൽ ആഘോഷിക്കുകയാണ്, മൈ ഫ്രണ്ട് ചതിച്ചല്ലോ എന്നാണ് അവർ പറയുന്നത്. ഒന്നാമത്തെ കാര്യം അത് എന്താണെന്ന് എനിക്കറിയില്ല. കാരണം ഇവർ ഈ കുടിയേറ്റക്കാരായിട്ട് ഒരു നാട്ടിലേക്ക് കയറി ചെന്ന് അവിടെ അവരുടെ നിയമങ്ങളൊക്കെ സ്ഥാപിക്കുന്ന ആൾക്കാരെ അനുകൂലിക്കുന്നത് കൊണ്ടായിരിക്കാം ഇവരിങ്ങനെ അയ്യോ മൈ ഫ്രണ്ട് ചതിച്ചല്ലോ എന്ന് ഇവർ പറയുന്നത് എന്നാണോ എന്ന് എനിക്കറിയില്ല. എന്തായാലും C-7 വിമാനം പറന്നിറങ്ങി. C-7 വിമാനം പറന്നിറങ്ങിയ ശേഷം അതിൽ ഹരിയാനക്കാരുണ്ട്, ഗുജറാത്തികളുണ്ട്, UP-ക്കാരുണ്ട്. പക്ഷെ ഏറ്റവും കൂടുതലുള്ളത് പഞ്ചാബിൽ നിന്നുള്ള ആൾക്കാരാണ് എന്നാണ് അറിയാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ഈ വിമാനത്തിലുള്ള ആൾക്കാരെ ചോദ്യം ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ് എന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ വരുന്നത്. ഇവരെ ഒരുപാട് പേരെ ചോദ്യം ചെയ്യും എന്നുള്ളത്. പിന്നെ വേറൊരു പ്രധാനപ്പെട്ട കാര്യം, കഴിഞ്ഞ ദിവസം ഞാൻ എൻ്റെ ഒരു അമേരിക്കയിലുള്ളൊരു ഫ്രണ്ടിനെ വിളിച്ച് സംസാരിച്ചപ്പോൾ അയാൾ പറയുന്നത് അവിടെയുള്ള ഈ കൂടുതലും ഈ പഞ്ചാബീസും പിന്നെ ഗുജറാത്തികളായിട്ടുള്ള ആൾക്കാർ ഇവര് ഇത് ആഘോഷിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ടേക്ക് കയറി വന്ന ആൾക്കാരുണ്ടല്ലോ, ഇങ്ങോട്ടേക്ക് കയറി വന്ന് നുഴഞ്ഞു കയറി വന്ന അനധികൃതരായിട്ടുള്ള കുടിയേറ്റക്കാരെ പിടിച്ച് പുറത്താക്കുന്നത് അവർ ആഘോഷിക്കുകയാണെന്നാണ് പറയുന്നത്. ഈ ആഘോഷിക്കുക ഇൻ ദ സെൻസ് എന്ന് പറയുമ്പോൾ ഓരോ ആൾക്കാരും, അയാൾ എന്നോട് പറഞ്ഞത്, ഓരോ ആൾക്കാരും ഇവിടെ വന്ന് 10 വർഷമൊക്കെ കാത്തിരുന്നിട്ടാണ് അമേരിക്കയുടെ ഒരു അംഗീകാരവും പൗരത്വവും ഒക്കെ കിട്ടുന്നത്. അപ്പൊ അങ്ങനെ ഞങ്ങൾ ഇവിടെ വന്ന് കഷ്ടപ്പെട്ട് പണിയെടുത്ത് ഈ നാട്ടിൽ ഒരു പൗരത്വം ഉണ്ടാക്കി എടുക്കുമ്പോൾ, ജോലി ചെയ്യുമ്പോൾ ഇങ്ങനെയുള്ള അനധികൃതരായിട്ടുള്ള കുടിയേറ്റക്കാർ വന്നിട്ട് ഞങ്ങളുടെ ഒരു പേര് കൂടെ നശിപ്പിക്കുക, ഞങ്ങളെ സംശയ നിഴലിൽ നിർത്തുക, അപ്പോൾ അത് ശരിയായിട്ടുള്ള ഒരു കാര്യമല്ല എന്നാണ് അവർ പറയുന്നത്. പിന്നെ വേറൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഈ ഡൊണാൾഡ് ട്രംപിനെ അങ്ങേയറ്റം സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരാണ് അവിടെയുള്ള ഹിന്ദുക്കൾ. അവിടെയുള്ള ഹിന്ദുക്കൾ ഡൊണാൾഡ് ട്രംപ് റാലികൾ നടത്തുമ്പോൾ ആ റാലിയിൽ പങ്കെടുക്കുക, ഡൊണാൾഡ് ട്രംപിന് വേണ്ടി അവർ റാലികൾ നടത്തുക, മധുര പലഹാര വിതരണം ചെയ്യുക, അങ്ങനെയുള്ള ആൾക്കാരൊക്കെ അവിടെ ഉണ്ട്. അപ്പൊ അതൊക്കെ വച്ചിട്ട് നമ്മുടെ കേരളത്തിൽ പല ആൾക്കാരും ഒരു കളിയാക്കൽ പോലൊരു സംഭവം നടക്കുന്നുണ്ട്. കാരണം നിങ്ങൾ ഡൊണാൾഡ് ട്രംപിന്റെ റാലിയിൽ പങ്കെടുത്തിട്ട് മധുര വിതരണം ചെയ്തിട്ട് എന്തായി, നിങ്ങളെ പിടിച്ച് പുറത്താക്കാൻ പോവല്ലേ എന്നാണ് പറയുന്നത്. അപ്പൊ യഥാർത്ഥത്തിൽ അയാൾ എനിക്ക് തന്ന മറുപടി, അങ്ങനെ മധുരം വിതരണം ചെയ്തതും ലഡു വിതരണം ചെയ്ത ആൾക്കാരൊന്നും പുറത്തു പോകില്ല, അവരൊക്കെ ഇല്ലീഗൽ അല്ല, ലീഗലായിട്ടുള്ള മൈഗ്രൻസ് തന്നെയാണ്. അമേരിക്ക എന്ന് പറയുന്ന രാജ്യം നിലനിൽക്കുന്നത് തന്നെ മൈഗ്രൻസിനെ കൊണ്ടാണ്. കാരണം അവിടെ വർക്ക് ചെയ്യുന്ന ആൾക്കാരിൽ ഭൂരിഭാഗം ആൾക്കാരും മറ്റു രാജ്യങ്ങളിൽ നിന്നും ഇങ്ങോട്ടേക്ക് മൈഗ്രേറ്റ് ആയി വന്ന മൈഗ്രൻസ് ആണ്. ട്രംപ് പിടിച്ച് പുറത്താക്കുന്നത് ഇല്ലീഗലായിട്ട് നുഴഞ്ഞു കയറി വന്ന ആൾക്കാരെയാണ്. അത് ഞങ്ങൾക്ക് വളരെയധികം വേണ്ട ഒരു കാര്യവുമാണ്. കാരണം അത് ഇല്ലീഗലായിട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ പുറത്താക്കാതെ എന്ത് ചെയ്യും എന്നുള്ളൊരു ചോദ്യമാണ് ഉന്നയിക്കുന്നത്. നമുക്കൂടെ ഒരു ദോഷമാണല്ലോ എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ വിമാനം ഇങ്ങോട്ട് പറന്നിറങ്ങുമ്പോൾ ഇന്ത്യ ഇവരെ ചോദ്യം ചെയ്യാനുള്ള സാധ്യതയുണ്ടോ? കൂടുതലും പഞ്ചാബികളാണ് എന്ന് കേൾക്കുന്നു. വേറൊരു ആംഗിളിൽ നമുക്ക് ചിന്തിച്ചു കഴിഞ്ഞാൽ ഗുരുദ്വാരകളിലടക്കമാണ് ഇന്ത്യക്കാരെ, അനധികൃതമായിട്ടുള്ള ഇന്ത്യക്കാരെ പിടിക്കാനായിട്ട് റെയ്ഡ് നടന്നത്. അത് ആ വാർത്ത പുറത്തു വന്നപ്പോഴേ നമ്മൾ പറഞ്ഞിരുന്നതാണ്. കാരണം ഗുരുദ്വാരകളിൽ റെയ്ഡ് നടത്തുന്നുണ്ടെങ്കിൽ അത് സ്വാഭാവികമായിട്ടും പഞ്ചാബികളായിട്ടുള്ള ഖലിസ്ഥാനികളെ പിടിക്കാനായിരിക്കും എന്നും നമ്മൾ പറഞ്ഞിരുന്നതാണ്. പിന്നെ നമ്മുടെ പന്നു ഡൊണാൾഡ് ട്രംപിന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ നുഴഞ്ഞു കയറി അതിനിടയിൽ ഖാലിസ്ഥാൻ സിന്ദാബാദ് വിളിച്ചിരുന്നു. അത് ഇന്ത്യ അവിടെ അമേരിക്കയുടെ ആ ഒരു ലൈം ലൈറ്റിൽ എത്തിച്ചിട്ടുണ്ട്. ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ട്, നിങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചോളൂ എന്ന് ഇന്ത്യ പറഞ്ഞിട്ടുമുണ്ട്. എന്ത് തോന്നുന്നു? ഇത് കഴിഞ്ഞ ദിവസം നമ്മുടെ വീഡിയോയുടെ താഴെ വന്നൊരു കമന്റ് ഞാൻ ശ്രദ്ധിച്ചു. അതിനകത്ത് ഒരാൾ കമന്റ് ചെയ്തിരിക്കുന്നത്, പഞ്ചാബികളെ നാണം കെടുത്താനാണോ ഈ വിമാനം അമൃത്സറിൽ ഇറക്കുന്നത്, ഗുജറാത്തിൽ ഇറക്കിക്കൂടെ എന്നുള്ളത്. പക്ഷെ അതിനകത്ത് ഒരു കാര്യമുണ്ട്, ഗൗരവമുള്ള ഒരു കമന്റ് ആണ്. അദ്ദേഹം അത് വളരെ സീരിയസ് ആയിട്ട് തന്നെയാണ്. അത് വലിയൊരു ചോദ്യമുണ്ട്. ശരിയാണ്, നമുക്കും പെട്ടെന്ന് തോന്നും എന്തുകൊണ്ടാണ് ഇത് അമൃത്സറിൽ ചെയ്തത്. പക്ഷെ ഇതുവരെ നമ്മുടെ ഇന്ത്യൻ സർക്കാർ ഈ വിമാനം എവിടെയാണ് ലാൻഡ് ചെയ്യുന്നത് എന്നതിനെ കുറിച്ച് വ്യക്തമാക്കിയിട്ടില്ല. പക്ഷെ നമ്മളെല്ലാം പ്രതീക്ഷിക്കുന്നത് അമൃത്സറിൽ തന്നെയാകും. കാരണം അവിടെയാണ്, പഞ്ചാബിൽ നിന്നുള്ളവരാണ് ഏറ്റവും കൂടുതൽ പേർ ഇതിലുള്ളത്. 33 പേർ ഗുജറാത്തികളാണ്. അത് വഡോദരയിൽ നിന്നും സൂറത്തിൽ നിന്നും ഒക്കെ ഉള്ള ആളുകളാണ് 33 പേർ അതിലുള്ളത്. പിന്നെ ഹരിയാനക്കാർ വളരെ കുറച്ച് 4 പേരോ 5 പേരോ എങ്ങാണ്ടുണ്ട്. UP-ക്കാരും 4 5 പേരാണ് അതിലുള്ളത്. ബാക്കിയെല്ലാം പഞ്ചാബിൽ നിന്ന് ഉള്ള ആളുകളാണ്. യൂറോപ്യൻ കൺട്രീസിൽ ഏറ്റവും കൂടുതൽ നമ്മുടെ ഇന്ത്യയിൽ നിന്ന് പോകുന്നവരിൽ ഗുജറാത്തികള്, പഞ്ചാബികള്, ഹരിയാന, ഉത്തർപ്രദേശ്, ദില്ലി
ഹിമാചൽ പ്രദേശ് ഇവിടങ്ങളിലൊക്കെ ഉള്ളവരാണ് ഏറ്റവും കൂടുതൽ ഈ യൂറോപ്യൻ കൺട്രീസ് ചോസ് ചെയ്യുന്നവര്. അപ്പോ ഇത്രയും പേര് അവിടുന്ന് വരുന്നു, 205 പേര് വരുന്നു. ഇന്ത്യക്ക് ഇപ്പൊ നമുക്ക് ലേറ്റസ്റ്റ് ആയിട്ട് കിട്ടുന്ന ഒരു വാർത്തകൾ വെച്ചിട്ട് ഇവരുടെ എല്ലാം ഡീറ്റെയിൽസുകൾ അമേരിക്ക നേരത്തെ തന്നെ ഇന്ത്യക്ക് കൈമാറി. ഇന്ത്യ ഇതെല്ലാം പരിശോധിച്ചിരുന്നു. അതിനുശേഷമാണ് കയറ്റി വിടൽ നടപടികളിലേക്ക് കടന്നത്. 2023 അമേരിക്കയിൽ നിന്ന് ബൈഡൻ ഭരണകൂടം നമ്മുടെ ഇന്ത്യക്കാരെ അവിടുന്ന് ഇതേപോലെ പുറത്താക്കി ചാർട്ടേഡ് വിമാനത്തിൽ ഇവിടെ എത്തിച്ചിരുന്നു. അല്ലാതെ ട്രംപ് കയറിയിട്ട് ആദ്യം ചെയ്യുന്ന പരിപാടിയൊന്നും അല്ലത്. 1100 പേരെയാണ് 2023 ബൈഡൻ ഭരണകൂടം ചാർട്ടേഡ് വിമാനത്തിൽ ഇന്ത്യയിൽ എത്തിച്ചത്. അതായത് നുഴഞ്ഞു കയറുന്നവരെ പുറത്താക്കിയത് മൈ ഫ്രണ്ട് അല്ല, മൈ ഫ്രണ്ടിന് മുമ്പ് മൈ എനിമി ആയിരുന്നപ്പോഴും ഉണ്ടായിരുന്നു. കാരണം ഇതൊരു തുടർ പ്രക്രിയയാണ്. വിദേശ രാജ്യങ്ങൾ നമുക്കറിയാം, ഗൾഫ് അടക്കമുള്ള ഗൾഫ് രാജ്യങ്ങൾ, അറബ് കൺട്രീസിലൊക്കെ അവരെവിടക്കിടക്ക് ഇതുപോലുള്ള ഇലീഗൽസ് ആൾക്കാരെ പിടിച്ച് പുറത്താക്കാറുണ്ട്. പൊതുമാപ്പം എന്നൊക്കെ പറഞ്ഞിട്ടാണ് അവർ പുറത്താക്കുന്നത്. ഒരുപാട് പേര് വരും. ഇപ്പം ഈ അമേരിക്കയുടെ കുടിയിറക്കൽ കഴിഞ്ഞ ഉടനെ അടുത്ത് ഇനി ഗൾഫ് കൺട്രീസിൽ GCC രാജ്യങ്ങളിൽ നിന്ന് വലിയ രീതിയിൽ ഒരു കുടിയിറക്കം ഉണ്ടാകും. അപ്പോഴീ കമന്റ് ഇട്ടവരൊന്നും കാണില്ല. അത് തുടങ്ങിക്കഴിഞ്ഞവര്. അപ്പം അത് അപ്പോഴീ കമന്റ് ഇട്ടവരൊന്നും കാണില്ല. അങ്ങനെയാണ് അതിന്റെ കാര്യം. കാരണം ഒരു രാജ്യവും അവിടെ നുഴഞ്ഞു കയറുന്നവർ, അനധികൃതമായി കയറുന്നവരെ വെച്ച് പൊറുപ്പിക്കില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യം തന്നെയാണ്. അപ്പോൾ ട്രംപ് അല്ല ഇത് നടത്തിയത്. ബൈഡന്റെ ഭരണകാലത്തും ഇത് ഈ പ്രക്രിയ തുറന്നു. അന്ന് 1100 പേരെ 2023 മാത്രം നമ്മൾ പുറത്താക്കിയിരുന്നു. അന്ന് തന്നെയാണ് ഈ 16,500 പേര് അതിന്റെ ഈ എമിഗ്രേഷൻ നടപടികളുമായിട്ടുള്ള നിയമപ്രശ്നങ്ങളിലേക്ക് പോവുകയും ചെയ്തിരുന്നു. ഇപ്പോൾ ട്രംപ് ഇവിടെ എത്തിക്കുന്ന ആളുകൾ, ഈ ആളുകളെ ഇപ്പോൾ എയർപോർട്ടിൽ വെച്ച് തന്നെ ചോദ്യം ചെയ്യാനും ആവശ്യമെങ്കിൽ അറസ്റ്റ് ചെയ്യാനുമുള്ള ഒരു നീക്കത്തിലാണ് പഞ്ചാബ് പോലീസും ഒപ്പം തന്നെ വിവിധ അന്വേഷണ ഏജൻസികളും എന്നാണ് അറിയാൻ കഴിയുന്നത്. സ്വാഭാവികമായ നടപടി മാത്രമാണ്. കാരണം ഈ വരുന്നവരാരും തന്നെ അമേരിക്കയിൽ പോയിട്ട് ഒരു ലീഗലായിട്ട് പോയവരല്ല, ഇല്ലീഗലായിട്ട് പോയവരാണ്. സ്വാഭാവികമായി അവർ വരുമ്പോൾ അവരെ ചോദ്യം ചെയ്യേണ്ടതായിട്ടുണ്ട്. കാരണം അവരെങ്ങനെ അവിടെ എത്തി എന്നുള്ളതാണ് പ്രധാന പ്രശ്നം. രണ്ടാമത്, അവരെ ആരാണ് അവിടെ എത്തിച്ചത്, അത് ഏതൊക്കെ വഴികളിലൂടെയാണ് അവർ എത്തിയത്, ഏതൊക്കെ സഹായങ്ങളാണ് അവർക്ക് ലഭ്യമായത്, അത് മുതൽ അവരുടെ ഐഡന്റിറ്റി വരെ പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അന്വേഷണ സംഘം വിശദമായി തന്നെ ഇവരെ ചോദ്യം ചെയ്തതിനു ശേഷം ആവശ്യമെങ്കിൽ അറസ്റ്റിലേക്ക് കടക്കുമെന്ന് അവിടുത്തെ പോലീസ് വൃത്തങ്ങൾ തന്നെ സൂചിപ്പിക്കുന്നുണ്ട്, പഞ്ചാബിലെ. കാരണം ഇതിലെ ചില ആളുകളൊക്കെ ഇവിടെ കുറ്റകൃത്യങ്ങൾ ചെയ്തിട്ട് കാനഡ വഴിയോ വല്ല മുങ്ങി അവിടെ എത്തിയവരുണ്ടാകാം. ഇല്ലെങ്കിൽ ഖാലിസ്ഥാൻ പോലെയുള്ള തീവ്രവാദ സംഘടനകളിൽ പ്രവർത്തിച്ചിട്ട് മുങ്ങിയവരോ, ഇല്ലെങ്കിൽ കാനഡയിലെത്തി അവരെ അങ്ങോട്ടേക്ക് മാറ്റിയവരോ ഉണ്ടാകാം. ഒരുപക്ഷെ ഇന്ത്യ നോട്ടമിട്ടിട്ടുള്ള അല്ലെങ്കിൽ ഇന്ത്യയിൽ കേസുകൾ ഉള്ളവരുണ്ടാകാം. അങ്ങനെയുള്ള കാര്യങ്ങൾ ഇതൊന്നും ഇല്ല എങ്കിൽ പോലും ഇവരെ ചോദ്യം ചെയ്യേണ്ടതായിട്ടുമുണ്ട്. കാരണം ഇവരെങ്ങനെ അവിടെ എത്തി എന്നുള്ളൊരു വലിയ ചോദ്യമാണ്. തനിഷ് ശ്രദ്ധിച്ചോന്നറിയില്ല, ഒരു മാസം മുമ്പ് നമ്മുടെ മലയാളിയായ ഒരു യുവാവ് റഷ്യയിൽ, ഉക്രൈനിലാണെന്ന് തോന്നുന്നു, റഷ്യയിലെ വെടിയേറ്റ് മരിച്ചിരുന്നു. അതായത് റഷ്യൻ സൈന്യത്തിൽ ചേരാനായിട്ട് ഏതാണ്ട് 129 പേരോ മറ്റോ പോയിരുന്നു. അതില് 98 പേരെ ഇന്ത്യ മടക്കി കൊണ്ടുവന്നു. അന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പുടിനുമായി ഈ വിഷയം ചർച്ച ചെയ്തപ്പോൾ പുടിൻ പറഞ്ഞത്, ഞങ്ങൾ ആരെയും ഞങ്ങളുടെ സൈന്യത്തിൽ എടുക്കാൻ വേണ്ടി വിളിച്ചിട്ടില്ല, ഞങ്ങൾ അങ്ങനെ ഔദ്യോഗികമായി യാതൊരു അറിയിപ്പും നൽകിയില്ല. ആരാണ് അങ്ങനെ പറയുന്നത്? നമുക്കറിയാം, ഒരു സൈന്യത്തിൽ ഇതൊക്കെ ആൾക്കാരെ റിക്രൂട്ട് ചെയ്യും. സാധാരണ സൈന്യത്തിൽ നേരിട്ട് ഒരു രാജ്യവും ആളുകളെ റിക്രൂട്ട് ചെയ്യാറില്ല. പകരം അവരുടെ ഈ പാരാ ഫോഴ്സിന് വേണ്ടിയിട്ട്, പാരാമെഡിക്കൽ ഗ്രൂപ്പിന് വേണ്ടിയിട്ടും ഒക്കെയാണ്. മുമ്പും അത് നടന്നിട്ടുണ്ട്, ഇപ്പോഴും അത് നടക്കാറുണ്ട്. പല രാജ്യങ്ങളും ഈ അവരുടെ പാരാമിലിറ്ററി ഗ്രൂപ്പുകൾക്ക് വേണ്ടിയിട്ട്, അതിൽ അവരുടെ ഒരു സഹായികളായിട്ട് കൊണ്ടുവരാൻ, അവർ സൈനികരല്ല, സൈന്യത്തിന് സഹായം ചെയ്യുന്ന ഗ്രൂപ്പുകളുണ്ട് സൈന്യത്തിന്റെ തന്നെ. അപ്പൊ അങ്ങനെയുള്ളത് റിക്രൂട്ട് ചെയ്യാറുണ്ടായിരുന്നു. അപ്പൊ ഇവിടെയാണ് ഈ ഇത്രയും പേര് റഷ്യൻ സൈന്യത്തിൽ ചേരാൻ പോവുകയും അവിടെ വെടിയേറ്റ് മരിക്കുകയും ചെയ്തു. ഇവരവിടെ എത്തിയത് നേരായ വഴിയിലല്ല, ഇല്ലീഗലായിട്ടാണ്. നമുക്കിപ്പോൾ ശ്രദ്ധിച്ച ഒരു കാര്യം മനസ്സിലാക്കാം. ഇപ്പോൾ GCC രാജ്യം, മുമ്പ് ഏറ്റവും കൂടുതൽ തട്ടിപ്പ് നടന്നിരുന്ന ഈ GCC രാജ്യങ്ങളിലേക്ക് ആളുകളെ കൊണ്ടുപോകുന്ന ഒരു തട്ടിപ്പായിരുന്നു ഇന്ത്യ നടന്നുകൊണ്ടിരുന്നത്. അതായത് വിസ കച്ചവടം, വിസ തട്ടിപ്പ് എന്നൊക്കെ നമ്മൾ സ്ഥിരം പത്രത്തിൽ വായിക്കുന്ന വാർത്തയായിരുന്നു. ഇന്നതില്ല. കാരണം ഗൾഫ് കൺട്രീസിൽ പോകുന്ന ഒരാൾക്ക് വ്യക്തമായി തന്നെ അതിനെക്കുറിച്ചുള്ള ധാരണയുണ്ട്, അവിടെ ഏത് കമ്പനിയാണ്. കാരണം ഇന്ന് അതിനുള്ള കേന്ദ്ര സർക്കാരിന് തന്നെ വെബ്സൈറ്റുകളുണ്ട്, നമ്മളിത് ജെന്യൂൻ ആണോ ഇല്ലയോ എന്ന് അറിയാൻ. പിന്നെ അതുപോലെ തന്നെ ഇപ്പോഴും നമ്മുടെ ഇവിടുന്ന് പോകുന്നവരെല്ലാം അതിനു മുൻപ് തന്നെ എല്ലാം വിശദമായി തിരക്കിയതിന് ശേഷം മാത്രമാണ് പോകുന്നത്. പണ്ട് നമുക്ക് അതിനുള്ള വഴികളില്ലായിരുന്നു. വിസയിലും മറ്റും അവിടെ കയറി ചെല്ലും, ഇവിടുന്നൊക്കെ വേറെ ജോലി പറഞ്ഞ് അവിടെ ചെല്ലും, ഒരുപക്ഷെ അവിടെ അടിമപ്പണിയൊക്കെ ചെയ്യേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇന്നിപ്പോ ഗൾഫ് കൺട്രീസിൽ അതില്ല. കാരണം നമ്മുടെ ആളുകൾ അതിനെക്കുറിച്ച് അവയർനെസ് ഉണ്ടായി കഴിഞ്ഞിരിക്കുന്നു, അവിടുത്തെ കാര്യങ്ങൾ ഉണ്ടായി കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോഴതില്ല. അപ്പം ഇതിന് പക്ഷെ യൂറോപ്യൻ കൺട്രീസിലേക്ക് വലിയ രീതിയിൽ പോകുന്നുണ്ട്. നമ്മുടെ ഈ നാട്ടിലൊക്കെ തന്നെ ഒരുപാട് പേര് പറയാറുണ്ട്, അവിടെ പോയി കഴിഞ്ഞ് നമുക്ക് പോകാൻ പറ്റും, ഈ വിദ്യാർത്ഥി പഠനത്തിന്റെ ആവശ്യത്തിന് വിസ എടുത്തു കഴിഞ്ഞിട്ട് അവിടെ നമുക്ക് സെറ്റിൽ ചെയ്യാൻ പറ്റും, അങ്ങനെ കുറെ ഉടായ്പകൾ പറയാറുണ്ട്.
ശരിക്കും പറഞ്ഞാൽ ലോജിക്കലി നോക്കുമ്പോൾ അതൊന്നും കറക്റ്റ് അല്ല. പക്ഷെ ഇത് എങ്ങനെ സംഭവിക്കുന്നു എന്നുള്ളതാണ്. അതാണ് വളഞ്ഞ വഴി എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ വരുന്നവരെ മുഴുവൻ സ്വാഭാവികമായി തന്നെ ചോദ്യം ചെയ്യുകയും ക്രിമിനൽസ് ഉണ്ടെങ്കിൽ ഇല്ലെങ്കിൽ കുറ്റവാളികളുണ്ട് അറസ്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നത് അത് സ്വാഭാവികമായ നടപടി മാത്രമാണ്. ഒരുപക്ഷെ ഈ വന്നിറങ്ങുന്ന 205 പേരിലും അറസ്റ്റുകൾ ഉണ്ടായേക്കാം. അതിനുള്ള സാധ്യത ഒട്ടും നമുക്ക് തള്ളിക്കളയാനും കഴിയില്ല. ഇനി വരുന്നവരിൽ അതായത് 3000 പേരെയാണ് ആദ്യഘട്ടത്തിൽ അമേരിക്ക പുറത്താക്കുന്നത്. അതിൽ 205 പേരാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. അടുത്ത ബാച്ച് ഉടനെ വരുന്നുണ്ട്. അമേരിക്ക ആദ്യമായിട്ടാണ് ഇത്രയും ദീർഘദൂരം ഉള്ള ഒരു രാജ്യത്തേക്ക് ആളുകളെ കയറ്റി വിടുന്നത്. 24 മണിക്കൂർ യാത്രയാണ് ടെക്സാസിൽ നിന്നും പറന്നു കയറുന്ന വിമാനം. ഇവിടെ എത്തുമ്പോൾ 24 മണിക്കൂർ എടുക്കും. അപ്പൊ ആദ്യമായിട്ടാണ്. അപ്പോ അതായത് ഇനിയും വരുന്നുണ്ട്. ഇതിനകത്ത് ഒരുപക്ഷെ ഈ ഇല്ലീഗലായിട്ട് പോയ എല്ലാവരും പ്രതികളാണെന്നോ പ്രശ്നകാരികളാണെന്നോ നമ്മൾ പറയുന്നില്ല. അതിൽ അങ്ങനെയുള്ളവരും ഉണ്ടാകാം. പ്രത്യേകിച്ച് ഈ ഖാലിസ്ഥാൻ തീവ്രവാദ സംഘടനകളുമായി ബന്ധപ്പെട്ടവരും ഉണ്ടാകാം. അപ്പൊ അതൊരു വഴിക്ക് നടക്കുന്ന ഒരു പ്രക്രിയയാണ്. അതെന്തായാലും എനിക്ക് തോന്നുന്നു ട്രംപ് പുറത്താക്കിയവരെ മോദി അകത്താക്കുമോ എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. കാരണം ഇന്ത്യയെ സംബന്ധിച്ച് ഇത് കൈ നനയാതെ തന്നെ ഈ പ്രതികളെല്ലാം കൂടെ വന്ന് എയർപോർട്ടിൽ ഇറങ്ങുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. അതായത് അങ്ങനെ എല്ലാവരും പ്രതികളാണെന്നല്ല ഞാൻ പറയുന്നത്. അത് കാണും, 1-2 പേരൊക്കെ കാണുമായിരിക്കാം. അതിന്റെ ഡീറ്റെയിൽസ് ഇനി വരാനിരിക്കുന്നതേ ഉള്ളൂ. ഈ ഡൊണാൾഡ് ട്രംപ് ഇങ്ങനെ ഇന്ത്യക്കാരെ പുറത്താക്കും എന്ന് പറഞ്ഞ ആ ഒരു സാഹചര്യത്തിൽ നരേന്ദ്രമോദി ഡൊണാൾഡ് ട്രംപിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു. നരേന്ദ്രമോദി ഡൊണാൾഡ് ട്രംപിനെ വിളിച്ചിട്ട് മോദിയോട് എന്താണ് സംസാരിച്ചത് എന്ന ചോദ്യത്തിന് അദ്ദേഹം പറഞ്ഞത് നരേന്ദ്രമോദി ഈസ് എ ഗ്രേറ്റ് ലീഡർ എന്നാണ് പറഞ്ഞത്. പോരാത്ത കഴിഞ്ഞ് ഡൊണാൾഡ് ട്രംപ് ആ സമയത്ത് പറഞ്ഞിരുന്നു അദ്ദേഹത്തിന് ഉചിതമായ കാര്യങ്ങൾ ചെയ്യാൻ അറിയാം എന്നാണ് പറഞ്ഞത്. അപ്പൊ നമ്മളെല്ലാം വിചാരിച്ചത് അപ്പൊ ഇവിടെ നിന്ന് ഫ്ലൈറ്റ് അയച്ചു കൊടുത്ത് അവരെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരും എന്നുള്ളതായിരുന്നു നമ്മൾ വിചാരിച്ചത്, ഇല്ലേ? അപ്പൊ ഇത് പറഞ്ഞപ്പോഴാണ് ഞാനത് ഓർത്തത്. കാരണം ഇത്രയും ദൂരം ഉണ്ടല്ലോ, ഇത്രയും ദൂരമുള്ള ഒരു സാഹചര്യത്തിൽ നമ്മൾ എന്തുകൊണ്ടാണ് അവരെ ഫ്ലൈറ്റ് അയച്ചു കൊടുത്ത് ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാത്തത് എന്നുള്ളൊരു ചോദ്യം ഉണ്ടായിരുന്നു. ഇവർ പലപ്പോഴും ഉന്നയിക്കുന്ന ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ അങ്ങനെ കൊണ്ടുവന്നില്ലെങ്കിൽ പോലും എന്ന് പറഞ്ഞാൽ കേരളത്തിലെ മാധ്യമങ്ങൾ അങ്ങനെ കൊണ്ടുവന്നില്ലെങ്കിൽ പോലും ഇത്രയും നാണക്കേട് ആയിരുന്നു എന്നാണ് പറയുന്നത്. അത് സത്യമാണ്. ധനുഷ്, അതിനകത്തൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മള് വിമാനം അയച്ച് കൊണ്ടിരുന്ന ആരെയാണ്? നമ്മുടെ ഇന്ത്യൻ പൗരന്മാർ എവിടെങ്കിലും കുടുങ്ങിക്കിടക്കുമ്പോഴോ അവർക്ക് അപകടം പറ്റുമ്പോഴോ റെസ്ക്യൂ ഓപ്പറേഷനാണ് ഇന്ത്യ നടത്താറുള്ളത്. അല്ല വല്ലയിടത്തൊക്കെ നുഴഞ്ഞു കയറി അവിടെ പ്രശ്നം ചെയ്തവനെ ഇവിടുന്ന് വിമാനം അയച്ചിട്ട് പൂവും ചെണ്ടും മാലയും കൊടുത്ത് കൊണ്ടുവരാറുണ്ടോ? എവിടെങ്കിലും കൊണ്ടുവന്നിട്ടുണ്ടോ? ഇല്ല. അവിടുന്ന് കുടുങ്ങിക്കിടക്കുന്നവരെ നമ്മുടെ രാജ്യം ഉക്രൈനിലായാലും സിറിയയിലായാലും ഇറാഖിലായാലും അഫ്ഗാനിസ്ഥാനിൽ നിന്നായാലും ഒക്കെ നമ്മുടെ രാജ്യം കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് അവിടെ പിടിച്ചു വെച്ചിരിക്കുകയാണ്. 5000 പേര് അവിടുത്തെ തടങ്കൽ പാളയത്തിലാണ് അമേരിക്ക. അതിന്റെ ലിസ്റ്റൊക്കെ ഇന്ത്യക്ക് അവർ എന്നേ കൈമാറി. ഇന്ത്യ അതിവിടെ വെരിഫൈ ചെയ്തു ഇവിടുത്തുകാരാണോ എന്നറിയാം. ആ പൗരന്മാരെ സ്വാഭാവികമായി അമേരിക്കയുടെ നയം ഇല്ലെങ്കിൽ അവരുടെ ഒരു രാജ്യത്തിന് ഒരു പ്രോട്ടോകോൾ ഉണ്ടാവില്ല. ആ പ്രോട്ടോകോൾ അനുസരിച്ച് അവരവരുടെ കുറ്റവാളികളെ നാട് കടത്തുകയാണ്. നാട് കടത്തുക എന്ന് പറഞ്ഞാൽ വിളിച്ചുകൊണ്ട് പോവുകയല്ല, അവരെ പുറന്തള്ളുകയാണ്. പുറന്തള്ളുന്ന എങ്ങനെയാണ്? സാധാരണഗതിയിൽ നമ്മൾ ആ രാജ്യത്തു നിന്ന് അവരെ പിടിച്ചുകൊണ്ട് പോയിട്ട് പുറത്തേക്ക് തള്ളുകയാണ്. അതിനാണ് പുറന്തള്ളൽ എന്ന് പറയുന്നത്. അല്ലാതെ ആനയിച്ചുകൊണ്ട് വരുന്നതിനല്ല നമ്മൾ പുറന്തള്ളൽ എന്ന് പറയുന്നത്. നമ്മൾ പിന്നെ നമ്മുടെ മര്യാദയ്ക്ക് എസ് ജയശങ്കർ പറഞ്ഞിരുന്നു ഞങ്ങൾ വേണമെങ്കിൽ വിമാനം അയച്ചു തരാൻ തയ്യാറാണ് എന്ന് ഇന്ത്യ പറഞ്ഞിരുന്നു അവരെ കൊണ്ടുവരാൻ. അത് നമ്മുടെ ഡിപ്ലോമസിയുടെ ഭാഗമാണ്, നമ്മുടെ നയതന്ത്രത്തിന്റെ ഭാഗമാണ്, നമ്മുടെ ഒരു നയത്തിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ അത് പറഞ്ഞത്. ഇതാണ് ഇതിനകത്തുള്ള ഒരു ഇത് ഇന്നലെ മുതലേ തന്നെ വളരെ വ്യാപിക്കുന്ന ഒരു കംപ്ലൈന്റ് ആണ്. എന്തുകൊണ്ട് അവർക്ക് വിമാനം അയച്ചു കൊടുത്തില്ല? വിമാനം അയച്ചു കൊടുത്ത് നമ്മൾ കൊണ്ടുവരുന്നതൊക്കെ ഇന്ത്യക്കാർ എവിടെയെങ്കിലും കുടുങ്ങിക്കിടക്കുമ്പോൾ വളരെ ഗുരുതരമായ അവസ്ഥയിൽ കിടക്കുമ്പോൾ മാത്രമാണ് ഇന്ത്യ അത് ചെയ്യാറുള്ളത്. ഒരിക്കലും അവരെ കൊണ്ടുവരാൻ പിന്നെ അവരെ കൊണ്ടുവരാറുണ്ട്. ഇപ്പോ റാണയെ കൊണ്ടുവരാനായിട്ട് ഒരു ടീം ഇവിടുന്ന് പോയിട്ടുണ്ട്. നമ്മുടെ മുംബൈ സ്ഫോടനത്തിന്റെ മുഖ്യസൂത്രധാരൻ റാണയെ അമേരിക്ക ഇപ്പൊ നമുക്ക് കൈമാറാൻ അവർ തീരുമാനിച്ചു കഴിഞ്ഞു. ഈ മാസം ഒടുക്കത്തോടു കൂടി റാണ ഇന്ത്യയിലെത്തും. റാണയെ ഒരു വിഷയം കൊണ്ടിരുന്നത് വിമാനത്തിലായിരിക്കും. കാരണം അത് നമ്മുടെ സേന അല്ലെങ്കിൽ നമ്മുടെ ഏജൻസി അവിടെ പോയിട്ട് അയാളെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുവരികയാണ്, അയാളെ പിടികൂടി ഇവിടെ കൊണ്ടുവരികയാണ്. അതുപോലെ അല്ലല്ലോ ഇത്. ഇപ്പൊ നമ്മൾ ബംഗ്ലാദേശികളെ ഇവിടുന്ന് പുറത്താക്കുക എന്ന് പറയുമ്പോൾ ബംഗ്ലാദേശ് നാളെ മുതൽ ചാർട്ടേഡ് വിമാനം അയച്ചു തരുമോ? നെടുമ്പാശ്ശേരിക്ക് ഒരെണ്ണം, തമിഴ്നാടിന് ഒരെണ്ണം അയച്ചു തരാറില്ലല്ലോ അവര്. സ്വാഭാവികമായും പുറത്താക്കുകയാണ് ചെയ്യുന്നത്. അപ്പം അതാണ് അതിന്റെ ഒരു നിയമവും, അന്താരാഷ്ട്ര നിയമവും അങ്ങനെയാണ് അതിന്റെ കാര്യങ്ങൾ. ഇനി ഇതിനകത്ത് പറയുന്നത് ധനുഷ് ആദ്യം നമ്മൾ തുടങ്ങിയപ്പോൾ സൂചിപ്പിച്ച പ്രധാനപ്പെട്ട കാര്യമുണ്ട്. അമേരിക്കയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഈ ഗുരുദ്വാരകൾ കേന്ദ്രീകരിച്ച് റെയ്ഡ് നടന്നത്. ഗുരുദ്വാരകൾ കേന്ദ്രീകരിച്ച് റെയ്ഡ് നടക്കുക എന്ന് പറഞ്ഞാൽ ഈ പലപ്പോഴും ഈ സിഖ് സംഘടനകൾ, അതായത് അകാലി സംഘടനകൾ അവര് പറയാറുണ്ട് ഞങ്ങളുടെ ഗുരുദ്വാരകളൊക്കെ കാനഡയിലും മറ്റു യൂറോപ്യൻ രാജ്യങ്ങളിലുമൊക്കെ ഈ ഖാലിസ്ഥാൻ തീവ്രവാദികൾ പിടിച്ചെടുത്തിരിക്കുകയാണ്. ഇതിനെ ഞാൻ കുറച്ചുകൂടി ലളിതമായിട്ട് ധനുഷിന് മനസ്സിലാകാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ പ്രേക്ഷകർക്ക് മനസ്സിലാകാൻ വേണ്ടി ഞാൻ പറഞ്ഞു തരാം.
നമ്മുടെ കേരളത്തിലെ പോപ്പുലർ ഫ്രണ്ട് ശക്തമായിരുന്ന സമയത്ത് പല ജുമാ മസ്ജിദുകൾ കേരളത്തിലെ ആ മസ്ജിദുകളുടെ ഭരണ കമ്മിറ്റിയിലെല്ലാം ഇവർ കയറിക്കൂടിയിട്ട് ഈ ഭരണസമിതികളെല്ലാം അട്ടിമറിച്ചുകൊണ്ട് ഇവർ ഭരണം പിടിച്ചെടുത്തു. ഇവരെ ചോദ്യം ചെയ്ത ഉസ്താദുമാരെ അതിക്രൂരമായി മർദ്ദിച്ചിട്ടുണ്ട്. എനിക്ക് അറിയാവുന്ന ഉസ്താദിന് മർദ്ദനം കിട്ടിയിട്ടുണ്ട്. അദ്ദേഹം എന്നോട് പറഞ്ഞ കാര്യം, ഇവരുടെ അടുത്ത് നമുക്കൊന്നും പറഞ്ഞു നിൽക്കാൻ കഴിയില്ല. ഇവര് കാണിക്കുന്ന തോന്നിവാസങ്ങളാണ് ഇതിനകത്ത് ഈ പള്ളിയിൽ. അവര് പിടിച്ചെടുത്തു, ഭരണസമിതി മുഴുവൻ പിടിച്ചെടുത്തു, അവരുടെ കയ്യിലേക്ക് വെച്ചു, ഹൈജാക്ക് ചെയ്തു. അത് ചോദ്യം ചെയ്ത ഈ മതപുരോഹിതനെ അവരെ മർദ്ദിക്കുന്ന സാഹചര്യത്തിലേക്ക് അവർ പോയിരുന്നു. ഇതിന് സമാനമായ രീതിയിലാണ് കാനഡയിലും UK-യിലും അമേരിക്കയിലും ഒക്കെ ഇത്തരം സംഘടനയുടെ അനുഭാവികളും ആളുകളും നുഴഞ്ഞു കയറുക, ഈ ഭരണസമിതിയിൽ കയറുക, ഇത് പിടിച്ചെടുക്കുക, പിന്നീട് ഈ ഗുരുദ്വാരകൾ ഇവരുടെ ഒരു വിഹാര കേന്ദ്രമാക്കി മാറ്റുക. ഇതിന്റെ ഒരു ഭാഗമായിട്ടാണ് ഇപ്പോൾ നടന്ന ഒരു റെയ്ഡ്. അത് ഒരു പക്ഷേ ആദ്യ സംഭവമായിരിക്കും. കാരണം അമേരിക്ക സാധാരണ ഇങ്ങനെയുള്ള ഈ മതപരമായ ആത്മീയ കാര്യങ്ങളൊന്നും അവർ വലുതായിട്ട് കയറി ചൊറിയാറില്ല. നമ്മുടെ ഇന്ത്യയിലും അങ്ങനെ തന്നെയാണ്. നമ്മളിങ്ങനെ പള്ളിയിലോ ക്ഷേത്രങ്ങളിലോ ഒന്നും പോയിട്ട് റെയ്ഡുകളോ മറ്റൊന്നും നടത്താറില്ല. കാരണം അത് നമ്മൾ അതിനൊരു പരിപാവനത കൽപ്പിക്കുന്നതുകൊണ്ടും അതിന്റെ പ്രോട്ടോകോൾ അനുസരിച്ച് വെക്കണം. പിന്നെ ഗുരുതരമായ പ്രശ്നങ്ങൾ വരുമ്പോൾ മാത്രമാണ് കയറാറുള്ളത്. അപ്പൊ ഇവിടെ ഒരു ഗുരുതരമായ പ്രശ്നം ഉണ്ട് എന്ന് ഉള്ളത് കൊണ്ടാണല്ലോ അവർ കയറിയത്. അല്ല വെറുതെ ഓടിപ്പോയിട്ട് കുറെ പട്ടളക്കാർ വന്നിട്ട് പള്ളിയിൽ കയറില്ലല്ലോ. അപ്പൊ അതിനുള്ള തെളിവുകളും മറ്റും ശേഖരിച്ചിട്ടായിരിക്കണം അവർ കയറിയത്. ഒരുപക്ഷെ ഈ അവര് അങ്ങനെയുള്ള അവിടുന്ന് പിടികൂടിയവരുണ്ടെങ്കിൽ അവരുടെ വഴികൾ അന്വേഷിക്കേണ്ടതായിട്ടുണ്ട്. പിന്നെ നമ്മുടെ രാജ്യത്ത് നിന്ന് വ്യാപകമായ രീതിയിൽ ഇങ്ങനെ പോകണമെന്നുണ്ടെങ്കിൽ ഒരു റൂട്ട് തുറന്നിട്ടുണ്ടാകണം. ഒരു റൂട്ട് എന്ന് പറയുമ്പോൾ ഇത് ഒരു ഏജൻസിയാണോ ഒരു മാഫിയാണോ നമ്മൾ അന്വേഷിക്കേണ്ടതായിട്ടുണ്ട്. ഇത് എങ്ങനെ ഇവർക്ക് ഈ വിസകൾ കിട്ടി, ഇവർ ആദ്യം ഏത് രാജ്യത്തേക്കാണ് പോയത്, ഇവരെ ആരൊക്കെയാണ് സഹായിച്ചത്, ഇവര് നൽകി ചിലപ്പോൾ ഒരുപക്ഷെ ഈ തീവ്രവാദ സംഘടനകളും മറ്റുമൊക്കെ അവർക്ക് ഫണ്ട് സ്വരൂപിക്കാൻ വേണ്ടി ഇതുപോലെയുള്ള മനുഷ്യക്കടത്തിൽ കൂട്ടുനിൽക്കാറുണ്ട്. അതുപോലെ തന്നെ ഈ മയക്കുമരുന്ന് മാഫിയകളുണ്ടല്ലോ, വലിയ മയക്കുമരുന്ന് ലോകത്തെമ്പാടുമുള്ള അങ്ങനെയുള്ള മാഫിയകളും ഇതുപോലെയുള്ളവരെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഫണ്ടിന് അതോടൊപ്പം തന്നെ ഇവരിലൂടെ തന്നെ പല രാജ്യങ്ങളിലേക്ക് മയക്കുമരുന്നും മറ്റും കടത്താനും എളുപ്പമാണ്. ഇല്ലീഗലായിട്ട് വരുന്നവർക്ക് എങ്ങനെയെങ്കിലും മറുകര താണ്ടിയാൽ മതി. നമുക്ക് ഇതിനു മുമ്പ് നമ്മൾ കണ്ട ഒരു ചിത്രമുണ്ട്. ഒരു കൊച്ചു കുഞ്ഞ്, എനിക്ക് തോന്നുന്നു അമേരിക്കയിലേക്ക് കുടിയേറാൻ ശ്രമിച്ചവരായിരുന്നു, ലിബിയെന്നോ മറ്റോ ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരു കൊച്ചുകുട്ടി മരിച്ചു കിടക്കുന്ന കടൽ തീരത്ത് അതിന്റെ ബോഡി അടിഞ്ഞ് കുഞ്ഞിന്റെ പേരാണ് ഐലാൻ കുർദി. ആ കുട്ടിയുടെ ഒരു ദൃശ്യം നമ്മൾ കണ്ടതാണ്. എങ്ങനെയാണ് അത് അങ്ങനെ വന്നത്? കാരണം ഇവരെന്ത് ത്യാഗം സഹിക്കാനും തയ്യാറാണ്. നമ്മൾ കേട്ടിട്ടുള്ള വാർത്ത കാനഡയിൽ നിന്നും മറ്റൊക്കെ മുമ്പ് ഇപ്പോഴല്ല മുൻകാലങ്ങളിലൊക്കെ ഈ വലിയ കണ്ടെയ്നർ ലോറികൾ പോകുമ്പോൾ അതിനകത്ത് ഇടിഞ്ഞു കയറി പോകുമായിരുന്നു എന്നാണ് കേട്ടിരിക്കുന്നത്. അതിൽ തന്നെ പകുതി പേരും മരിച്ചു പോകുമായിരുന്നു. ബേസിക് ആയിട്ടുള്ള ഒരു ചോദ്യം എന്ന് പറഞ്ഞാൽ, ഇവർക്ക് അറിയില്ലേ ഞങ്ങൾ കുടിയേറ്റക്കാരായിട്ടാണ് പോകുന്നത്, ഞങ്ങൾക്ക് അവിടെ ചെന്ന് കഴിഞ്ഞാൽ അവിടെ ഉള്ള പൗരന്മാരുടെ ബേസിക് ആയിട്ടുള്ള ഒരു അവകാശങ്ങൾ പോലും ഞങ്ങൾക്ക് കിട്ടില്ല, ഏത് നിമിഷം വേണമെങ്കിൽ ഞങ്ങൾ പിടിക്കപ്പെടാം. ഇപ്പൊ കുറ്റവാളികളൊക്കെ പോകുന്നതാണെങ്കിലും ഓക്കെ, ഞാൻ കേട്ടിട്ടുണ്ട്. ഇപ്പോ ഈ GCC കൺട്രീസ്, ഇപ്പൊ സൗദി അറേബ്യ, ദുബായ്, അങ്ങനെയുള്ള GCC കൺട്രീസിലൊക്കെ ഇവിടെ നിന്നും പല തട്ടിപ്പുകളിലും ഏർപ്പെട്ടിട്ട് അവിടെ പോകും. അവിടെ പോകുമ്പോഴായിരിക്കും ചിലപ്പോൾ ഇവിടെ കേസ് രജിസ്റ്റർ ചെയ്യുന്നത്. അല്ലെങ്കിൽ ഇവിടെ കേസ് രജിസ്റ്റർ ആയി എന്ന് അറിയുമ്പോൾ തന്നെ പോലീസ് ഇവരുമായിട്ട് കോൺടാക്ട് ചെയ്യുമല്ലോ, അവിടെ പോയിട്ട് അബ്സ്കോണ്ട് ആവും എന്ന് പറഞ്ഞാൽ നമ്മുടെ പൃഥ്വിരാജ് ആടുജീവിതത്തിലുള്ളതുപോലെ ഏതെങ്കിലുമൊക്കെ മരുഭൂമിയുടെ നടുക്ക് ചെന്ന് കിടന്ന് എന്തെങ്കിലും വരട്ടെ എന്ന് പറഞ്ഞാൽ ആടുജീവിതം നയിക്കാൻ പോകുന്ന ആൾക്കാരുണ്ട്, ഒരുപാട് പേരുണ്ട്. അങ്ങനെ അബ്സ്കോണ്ട് ആയി പോകും. സൗദി അറേബ്യ ഇപ്പം ഓപ്പറേഷൻ നടത്തിയപ്പോൾ 26-27 വർഷമൊക്കെ ആയിട്ട് അബ്സ്കോണ്ട് ആയ ആൾക്കാരെയൊക്കെയാണ് ഒരു റിമോട്ട് ഏരിയാസിൽ നിന്ന് പിടിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയൊക്കെ അബ്സ്കോണ്ട് ആവുന്ന അതൊക്കെ നമുക്ക് മനസ്സിലാക്കാം, കാരണം അവരുടെ ജീവിത പ്രശ്നമാണ്, അവർക്ക് വേറെ വഴിയില്ലാന്ന് മനസ്സിലാക്കാം. ഈ അല്ലാതെ പോകുന്ന ആൾക്കാർക്ക് എന്തിന്റെ കേടാണെന്നാണ് ഞാൻ ചോദിക്കുന്നത്. അവർക്ക് നേരായ ഒരു മാർഗമുണ്ട്, ആ നേരായ മാർഗത്തിന് അവർക്ക് വെയിറ്റ് ചെയ്യാം. അവർക്ക് വേറെ എന്താണ് പ്രശ്നം? ഇപ്പൊ അഫ്ഗാനിസ്ഥാനിലുള്ള ആൾക്കാർ നേരെ ചാടി ആ താലിബാൻ വരുന്നു എന്ന് പറയുമ്പോൾ പുറത്തേക്ക് പോകുന്നു, അത് നമുക്ക് മനസ്സിലാക്കാം. അതായത് കുറെ പേര് പാകിസ്ഥാനിൽ വന്നിട്ടുണ്ട് കേട്ടോ, 33,000 പേര് പാകിസ്ഥാനിൽ കിടപ്പുണ്ട്. അമേരിക്ക പറഞ്ഞു ഞങ്ങൾ അവരെ എടുത്തോളാം എന്ന് പറഞ്ഞു. അപ്പൊ ട്രംപ് പറഞ്ഞു നിങ്ങൾ എടുത്താൽ മതി, ഞങ്ങൾ എടുക്കില്ല, ഞങ്ങൾക്ക് ഇനി എടുത്താൽ പൊങ്ങില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഈ അതുപോലെ അവര് UK-യിലോട്ട് പോകുന്നുണ്ട്. അതൊക്കെ ഓക്കെ, ഫൈൻ, അത് അവരുടെ ജീവിത നമുക്ക് വേണമെങ്കിൽ പറയാം. പക്ഷേ നമ്മൾ ഇന്ത്യക്കാരായിട്ടുള്ള ആൾക്കാർ, ഇവര് അങ്ങോട്ടേക്ക് ബേസിക് ആയിട്ടുള്ള നോളജ് ഉണ്ട്. നമ്മൾ നമുക്ക് കൃത്യമായിട്ട് അറിയാം ഈ കുടിയേറി കഴിഞ്ഞാൽ ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കറിയാം, എല്ലാം കൃത്യമായിട്ട് അറിയാം. നമ്മുടെ രാജ്യം ഇവർക്ക് വേണ്ട ബേസിക് അമ്യൂണിറ്റീസ് കൊടുക്കുന്നുണ്ട് എന്നുള്ളതാണ് വേറൊരു പ്രധാനപ്പെട്ട കാര്യം. പിന്നെ ഇവർ എന്തിനു വേണ്ടിയിട്ടാണ് കുടിയേറുന്നത് എന്നുള്ളൊരു ചോദ്യം ഉണ്ടല്ലോ, എന്താണ് ഇവരുടെ പ്രശ്നം? ഇവർക്ക് അമേരിക്ക താമസിക്കാനുള്ള ഒരു ഭ്രമമാണോ, അല്ലെങ്കിൽ UK-യിൽ പോയിട്ട് ആ ലൈഫ് സ്റ്റൈൽ ആസ്വദിക്കാനുള്ള ഒരു പ്രശ്നമാണോ? അതാണോ വിഷയം? ഏതൊരു ഇന്റർവ്യൂവിൽ നമ്മുടെ നടനായിട്ടുള്ള വിനായകൻ
പറയുന്നത് ഞാൻ കേട്ടു. നിങ്ങൾക്ക് ഇന്ത്യയിൽ രാത്രി അല്ല കേരളത്തിൽ രാത്രി ഇവിടെ ഒരു സ്ത്രീക്ക് 1 മണിക്ക് ഇവിടെ എന്തോന്ന് മറ്റേ എറണാകുളത്തെ ഇന്ന റോഡ് വഴി നടക്കാൻ സാധിക്കുമോ? അവർ യൂറോപ്പിൽ പോയി കഴിഞ്ഞാൽ ഇത്ര സമയത്ത് അവർ ഇറങ്ങി നടക്കുകയാണ്. അവർക്ക് ഒരു പ്രശ്നവും ഇല്ല അവിടെ. അങ്ങനെയാണ് ഇങ്ങനെയാണ്. അതിനോടുള്ള ഭ്രമമാണോ ഇവർക്ക്? എന്താണ് ഇതിന്റെ പ്രശ്നമെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഈ UK എന്ന് പറയുന്ന രാജ്യം ഇപ്പോ ഇവിടെ നിന്നൊക്കെ കുടിയിറക്കപ്പെട്ടവരെ എടുക്കാം, ഞങ്ങൾ എടുത്തോളാം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാനൊരു കാര്യം പറയാം, ഒരു 10-15 കൊല്ലത്തിനകം ചുടുകാടാവും ഈ UK എന്ന് പറയുന്ന രാജ്യം. അതിന്റെ സിംറ്റംസ് അത് ഇപ്പോഴേ കാണിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോ കലാപങ്ങൾ കൂടി വരികയാണ്. സ്വീഡനിൽ കലാപം, UK കലാപം, നെതർലാൻഡ്സിൽ കലാപം, ഡെൻമാർക്കിൽ കലാപം, അങ്ങനെ പല രാജ്യങ്ങളിലും കലാപം കൂടി വരികയാണ്. ഇവിടെ ലണ്ടനിലൊക്കെ ആണെങ്കിൽ ഓരോ ദിവസവും അവിടെ മറ്റേ മാർച്ചില്ലാത്തൊരു ദിവസങ്ങളില്ല എന്ന് പറഞ്ഞാൽ വലിയ പ്ലക്കാർഡൊക്കെ പൊക്കിപ്പിടിച്ച് നമ്മൾ ഭയപ്പെട്ടു പോകുന്ന രീതിയിലാണ് മാർച്ചുകളൊക്കെ നടക്കുന്നത്. എന്നിട്ടും ഇവർ പറയാണ് ഞങ്ങൾ നിങ്ങളെ എടുത്തോളാം, അതിന് യാതൊരുവിധ പ്രശ്നവും ഞങ്ങൾക്കില്ല എന്ന് പറയുകയാണ്. ഇതെന്താണ് ഈ സംഭവിക്കുന്നത് യഥാർത്ഥത്തിൽ? ഇല്ല, ഇന്നലെ ഈ പിന്നെ പഞ്ചാബിലേക്ക് അമൃത്സറിലേക്ക് വിമാനം വരുന്നതാണ് ഇപ്പൊ അവിടുത്തെ മുഖ്യമന്ത്രി ഭഗവത് സിംഗ് മാൻ. ഇദ്ദേഹം തരം കിട്ടിയാലൊക്കെ കേന്ദ്രത്തെ കുറ്റപ്പെടുത്തുന്ന ഒരു വ്യക്തിയാണ്. തരം കിട്ടിയാലല്ല, എപ്പോഴും ചുമ്മാതിരിക്കുമ്പോഴൊക്കെ ആം ആദ്മി പാർട്ടിയുടെ നേതാവാണ്, പൊളിറ്റിക്കലി ആയാലും. ഇന്നലെ അദ്ദേഹത്തിന്റെ ഒരു പ്രസ്താവന ശ്രദ്ധയിൽപ്പെട്ടായിരുന്നു, അത് കണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞത്, ഈ വരുന്നവരെ ഞങ്ങൾ സ്വീകരിക്കും, അവർക്ക് വേണ്ട സ്വീകരണം ഒരുക്കും വിമാനത്താവളത്തിൽ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പറയുന്ന ഒരു കാര്യം, നിങ്ങൾ ജോലി തേടി പോകുമ്പോൾ നിങ്ങൾ അതിനെക്കുറിച്ച് വിശദമായി പഠിച്ചിട്ട് പോകണം. ഒന്ന്. രണ്ടാമത്തെ കാര്യം അദ്ദേഹം പറഞ്ഞതാണ് വളരെ ഇമ്പോർട്ടന്റ് ആയ കാര്യം. അദ്ദേഹം പറഞ്ഞത് കുറഞ്ഞ പക്ഷം ഭാഷയെങ്കിലും നമ്മൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. കാരണം അവിടെ ചെന്ന് സംസാരിക്കാനുള്ള ഭാഷ പോലും അറിയാത്തവരാണ് പോയതെന്നാണ് ഭഗവത് സിംഗ് മാൻ പറയുന്നത്. കാരണം പഞ്ചാബിലെയും ഒക്കെ അല്ലെങ്കിൽ ഗുജറാത്തിലെയും ഒക്കെ സ്ഥിതി വെച്ച് നോക്കുകയാണെങ്കിൽ അല്ലാതെ സാധാരണപ്പെട്ട ഇവരെ തെറ്റിദ്ധരിപ്പിക്കാൻ എളുപ്പമാണ്. കാരണം നമ്മുടെ പണ്ട് നമ്മുടെ കേരളത്തിൽ നിന്നടക്കം ഗൾഫ് രാജ്യങ്ങളിലേക്ക് ജോലി അന്വേഷിച്ച് പോകുന്നവരുടെ എണ്ണം വളരെ കൂടുതലായിരുന്നു. കാരണം ഗൾഫ് അവർക്കൊരു സ്വർഗമായിരുന്നു, ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അതുപോലെ യൂറോപ്യൻ കൺട്രീസിൽ ജോലി തേടി പോവുക എന്നുള്ളത്, ഇല്ലെങ്കിൽ അവിടെ ജോലി കിട്ടുക, എങ്ങനെയെങ്കിലും അവിടെ കയറുക, പിന്നീട് അവിടെ സ്ഥിരതാമസം നോക്കുക. കാരണം ഇവരെ ഭ്രമിപ്പിക്കുന്ന കാര്യങ്ങൾ കൂടുതലായി പണം ഉണ്ടാക്കുക, ജീവിത നിലവാരം, മെച്ചപ്പെട്ട ജീവിത നിലവാരത്തിൽ ജീവിക്കുക എന്നൊക്കെ സ്വപ്നം കണ്ടിട്ടാണ് പോകുന്നത്. വളരെ വിചിത്രമായ കാര്യം, അമേരിക്കയിൽ അങ്ങനെ എല്ലാവരും മെച്ചപ്പെട്ട ജീവിത സൗകര്യത്തിലല്ല ജീവിക്കുന്നത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇവിടുത്തെ. കാരണം വളരെ മോശം അവസ്ഥയിൽ എവര് പറയുന്നത് അതൊന്നും നമുക്കറിയണ്ട, അമേരിക്കയിലെ പിച്ചക്കാരൻ വരെ ഇംഗ്ലീഷാണ് സംസാരിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവരങ്ങോട്ട് പോകുന്നത്. അപ്പം അവിടെ മോശമായ ജീവിതം ജീവിക്കുന്ന ധാരാളം പേരുണ്ട്. അവിടുത്തെ പൗരന്മാർ തന്നെ അങ്ങനെ ജീവിക്കുന്നവരുണ്ട്. കാരണം എല്ലായിടവും അതിസമ്പന്നതയും കൈ നീട്ടിക്കഴിഞ്ഞാൽ കൈ മുഴുവൻ ഡോളറും ഇല്ലെങ്കിൽ പളവളപ്പും ഈ സിനിമയിലൊന്നും കാണുന്ന ഒരു ജീവിതമൊന്നും അല്ല. അത് കുറെ സിറ്റികളിൽ കുറെ ഇൻസ്റ്റാഗ്രാം റീൽസും കണ്ടോണ്ട് കുറെ എണ്ണം അങ്ങോട്ട് കെട്ടിയെടുക്കും, ഇതാണ് അമേരിക്ക എന്ന് പറഞ്ഞോണ്ട്. ഇൻസ്റ്റാഗ്രാം റീൽസിൽ മറ്റേ വലിയ സംഭവമൊക്കെ കാണുമ്പോൾ, ഡെസ്റ്റിനേഷൻസ് ഒക്കെ കാണുമ്പോൾ ഉണ്ടല്ലോ, ഇതാണ് അമേരിക്ക എന്ന് പറഞ്ഞോട്ട് അങ്ങോട്ട് പോവുകയാണ്. അത് മാത്രമല്ല, അമേരിക്ക കണക്കിലെ യൂറോപ്യൻ കൺട്രീസിലെ കണക്കുള്ള ഒരു രാജ്യത്ത് നമ്മുടെ ആളുകളെ എടുക്കുമ്പോൾ അവർക്ക് പ്രൊഫഷണൽസിനെ മതി, അല്ലാതെ പണി അറിയാത്തവനല്ല. അവർ ഓരോ പ്രൊഫഷണലും ഉള്ളവരെയാണ്. IT ഫീൽഡ്, ഇല്ലെങ്കിൽ മെഡിക്കൽ ഫീൽഡ്, ഇല്ലെങ്കിൽ മറ്റേതെങ്കിലും ഫീൽഡ്, അങ്ങനെ ഉള്ളവരെ മാത്രമാണ് അവര് എടുക്കുന്നത്. അതായത് പ്രൊഫഷണൽ ആയിട്ടുള്ളവരെ അവരുടെ എംബസി വഴി ഇന്റർവ്യൂ മറ്റൊക്കെ നടത്തി ലീഗലായിട്ടാണ് അവർ പോകുന്നത്. വിസ കൊടുത്ത് കൊണ്ടുപോവുകയാണ് അവർ ചെയ്യുന്നത്. അവർക്ക് മാന്യമായ ശമ്പളം കിട്ടുന്നുണ്ട്. അവരിതുപോലെ തന്നെ സ്ഥിരമായി കഴിയുമ്പോൾ അവർക്ക് സിറ്റിസൺഷിപ്പിന് അപേക്ഷിക്കാൻ പറ്റുന്ന സിറ്റിസൺഷിപ്പ് കിട്ടുന്നുണ്ട്. അത് ലീഗലായിട്ട് പോകുന്നവരാണ്. അവർ ക്വാളിഫൈഡ് ഉള്ള ആൾക്കാരാണ് അങ്ങനെ പോകുന്നത്. ക്വാളിഫൈഡ് ആണ്. ഇത് അങ്ങനെയല്ല. ഇത് മുൻകാലങ്ങളിൽ ഒരുപക്ഷെ ഇങ്ങനെ ഇല്ലീഗലായിട്ട് പോയവർ, നമ്മൾ പറയത്തില്ലേ പാവാട വിസ എന്നൊക്കെ പറയത്തില്ലേ, അങ്ങനെയൊക്കെ പോയവർ അവിടെ ഒരുപക്ഷെ അവിടെ പെർമനന്റ് ആയിട്ടുണ്ടാകാം, അവിടെ അവര് പൗരത്വം നേടിയിട്ടുണ്ടാകാം. അത് പഴയ കഥ. പുതിയ കഥയിൽ ഒരു രാജ്യത്തും ലോകത്ത് അങ്ങനെ പൗരത്വം കൊടുക്കുന്നില്ല. കാനഡയായിരുന്നു ഏറ്റവും കൂടുതൽ ആളുകളെ വിളിച്ച് പൗരത്വം നൽകിക്കൊണ്ടിരുന്നത്. കാരണം അതൊരു വലിയ രാജ്യമാണ്, ജനസംഖ്യ കുറവായിരുന്നു. ഓസ്ട്രേലിയ അങ്ങനെ ചെയ്തിരുന്നു. ഇപ്പൊ ഒരു രാജ്യവും അങ്ങനെ ചെയ്യുന്നില്ല. അതിന്റെ കാരണം ഈ ചർച്ച തുടങ്ങിയപ്പോൾ ധനുഷ് പറഞ്ഞ അടുപ്പുകൂട്ടി ചർച്ച നടത്തിയവർ തന്നെയാണ് അതിന്റെ കാരണം. അവരെല്ലായിടത്തും വലിഞ്ഞു കയറി അവിടങ്ങളിലൊക്കെ വലിയ കലാപം ഉണ്ടാക്കി അങ്ങനെ ആ രാജ്യങ്ങൾക്ക് തലവേദന സൃഷ്ടിച്ചപ്പോഴാണ് അവർ ഈ പണി തുടങ്ങി. അല്ല ഇന്ത്യക്കാരോടുള്ള വിരോധമല്ല, ഇല്ലെങ്കിൽ ഹിന്ദുക്കളോടുള്ള വിരോധമല്ല അവര്. കാരണം ഈ അടുപ്പുകൂട്ടി ചർച്ചക്കാരുടെ ആളുകൾ പല രാജ്യത്തുമുണ്ട്. ബംഗ്ലാദേശിലുണ്ട്, ഈജിപ്തിലുണ്ട്, ലോകത്ത് എല്ലായിടത്തും ഉണ്ട്. അവരെല്ലാം കിടന്ന് ഈ പേക്കൂത്തരം കാണിക്കുകയും ലോകം മുഴുവൻ ഒരു മതത്തിന്റെ കീഴിൽ കൊണ്ടുവരാൻ ശ്രമിച്ചപ്പോഴാണ് മറ്റു രാജ്യങ്ങൾക്ക് അല്ലെങ്കിൽ അവിടുത്തെ തദ്ദേശീയർക്ക് തോന്നി തുടങ്ങിയത് ഇത് പ്രശ്നമാകും. അങ്ങനെയാണ് അവർ അടിച്ചു പുറത്താക്കുക. ഇത് ഏറ്റവും കൂടുതൽ നഷ്ടം ഉണ്ടാക്കുന്ന ഇന്ത്യക്കാർക്കല്ല. ഇന്ത്യക്കാർക്ക് എന്ന് പറഞ്ഞാൽ ഈ ഇല്ലീഗലായിട്ട് കയറിയവരാണ്. ഇന്നലെ ഒരു പത്രം, ഈ പറയുന്ന അടുപ്പുകൂട്ടിക്കാരുടെ പത്രം ഇന്നലെ കൊടുത്തൊരു ഹെഡിങ് ആണ്, 7.5 ലക്ഷം ഇന്ത്യക്കാരുണ്ട് കുടിയേറിയവർ, അവരെ പുറത്താക്കില്ല.
അവിടെ അങ്ങനെ പുറത്താക്കണം എന്നുണ്ടെങ്കിൽ ഇപ്പൊ വൈസ് പ്രസിഡന്റിന്റെ ഭാര്യ ഉൾപ്പെടെ പുറത്താകണ്ടേ അതെ അതെ അമേരിക്കയുടെ? അതിന്റെ പുറത്താകണ്ട. അവർ അതെ പുറത്താക്കാനായിട്ട് അതെ നിന്ന് കഴിഞ്ഞാൽ ആരും കാണത്തില്ല അമേരിക്കയിൽ. കാരണം എല്ലാം അവിടെ വന്ന് കുടിയേറിയവർ അവര് തന്നെയാണ്. അത് അതല്ല അവരവരുടേതായിട്ടുള്ള ഒരു അവിടെ പറഞ്ഞത്. പാരലൽ വേൾഡിൽ ജീവിച്ചു പോട്ടെ. അവരുടെ എന്ന് പറയുന്നത് അവിടെ പെർമനന്റ് ആയവരാണ്, പൗരത്വം നേടിയവരാണ്. ഈ പുറത്താക്കുന്ന മുഴുവൻ പേരും ഈ ഉഡായിപ്പിലൂടെ അവിടെ കയറിയവരാണ്. ഇപ്പൊ നമ്മുടെ ഉം, ഇന്ത്യയിലേക്ക് വന്ന ബംഗ്ലാദേശികളെ പുറത്താക്കുന്ന കാര്യം നമ്മൾ ഇതിലെ ചർച്ച ചെയ്തിരുന്നു. ഈ ഉം, ബംഗ്ലാദേശികളെ മുഴുവൻ പേരെ നമ്മൾ പുറത്താക്കാൻ നമുക്ക് കഴിയില്ല. നമ്മൾ പറഞ്ഞിരുന്നു 40-50 വർഷം മുൻപ് വന്നവരുണ്ട് ഇവിടെ. അവര് ഇവിടെ അതെ കല്യാണം കഴിച്ച് ഇവിടെ സ്ഥലവും വാങ്ങി അവരുടെ മക്കളുടെ മക്കളായി. ഈ നമ്മുടെ ഈ മലപ്പുറത്ത് പാകിസ്ഥാനിൽ നിന്നൊന്നും വരില്ലായിരുന്നു. അവരുടെ ഉം, മക്കളുടെ മക്കളായി അങ്ങനെ അനവധി പേരായി മാറിയില്ല അവര്. അപ്പം അതെ അതെ അവരുമായി പോകുന്നവരുണ്ട്. അല്ലാതെ ഇന്നലെ മിനിഞ്ഞാന്നൊക്കെ ബംഗ്ലാദേശിൽ നിന്ന്, ഇല്ലെങ്കിൽ കഴിഞ്ഞ 10 വർഷത്തിനിടയ്ക്ക് ബംഗ്ലാദേശിൽ നിന്ന് ഉഡായിപ്പ് ആധാർ കാർഡും സംഘടിപ്പിച്ചുകൊണ്ട് ഇവിടെ വന്നിട്ട് പൗരനാണെന്ന് പറഞ്ഞാൽ നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല. എന്നിട്ട് അത് അതെ മാത്രമല്ല, ഇവരൊക്കെ വന്നു കഴിഞ്ഞിട്ട് സ്വസ്ഥമായിട്ടല്ലല്ലോ ജീവിക്കുന്നത്. ഇവിടെ വന്നിട്ട് ഈ പൊട്ടിത്തെറിക്കുകയും കത്തിക്കുത്ത് നടത്തുകയും ഒക്കെ ചെയ്യുന്നതുകൊണ്ടാണ് പലരും ഇവരെ ഉം, കൈവെക്കുന്നത്, പുറത്താക്കുന്നതും. അതല്ലാതെ അടുപ്പ് കൂട്ടി ചർച്ചക്കാർക്ക് തന്നെയാണ് ഏറ്റവും വലിയ നഷ്ടം വരുന്നത്. കാരണം ഏറ്റവും കൂടുതൽ അതെ അമേരിക്കയിൽ നിന്ന് പുറത്താക്കപ്പെടാൻ പോകുന്ന വിഭാഗവും അവരാണ്. ആഫ്രിക്കയിൽ നിന്നും മെക്സിക്കോയിൽ നിന്നും ഉം, മറ്റു പല രാജ്യങ്ങളിൽ നിന്നും ഒക്കെ കുടിയേറിയ വലിയൊരു വിഭാഗം. അവര് അത് ഇപ്പൊ ദേ ഇന്ന് ഒരു പണി അവിടെ നടന്നിട്ടുണ്ട്. കാരണം ഈ ഗസ മുനമ്പ് ഏറ്റെടുക്കുമെന്ന് ട്രംപ് പറഞ്ഞതിന് പിന്നാലെ ഫലസ്തീനികൾ വൈറ്റ് ഹൗസിന് മുമ്പിൽ പ്രകടനം നടത്തിയിട്ടുണ്ട്. ഉം, ഉം, ഉം. സ്വാഭാവികമായി തന്നെ ഇവന്മാരിലുള്ള അനധികൃത കുടിയേറ്റക്കാരെ ആയിരിക്കും ഇനി അടുത്ത പുറത്താക്കാൻ അങ്ങനെ പോകുന്നത്. അങ്ങനെ ഏറ്റവും കൂടുതൽ പുറത്ത് ഇന്ത്യയെ സംബന്ധിച്ച് 10,000-12,000 പേര് മാത്രമായിരിക്കും പുറത്താകുക. ചിലപ്പോൾ ഒരുപക്ഷെ 20,000-ലേക്ക് എത്തിയെന്നിരിക്കാം. അതിനപ്പുറത്തേക്ക് ഉം, വരാൻ യാതൊരു സാധ്യതയും കാണുന്നില്ല. പക്ഷെ മറ്റേത് അങ്ങനെയല്ല. ഒരു മാസ് പുറത്താക്കലാണ് അവിടെ നടക്കുന്നത്. അല്ലാതെ മൈ ഫ്രണ്ട് ഉം. എന്നുള്ളതല്ല. ബൈഡന്റെ അതെ അതെ കാലത്തും അതെ അതെ പുറത്താക്കിയിട്ടുണ്ട്. ഗൾഫ് ഓക്കെ. രാഷ്ട്രങ്ങൾ ഇടയ്ക്കിടയ്ക്ക് പുറത്താക്കാറുണ്ട്. എന്തായാലും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇപ്പൊ എങ്ങോട്ടേക്കെങ്കിലും ഒന്ന് പോയാൽ മതി എന്നുള്ളതാണ്. ഈ കുറെ ഇൻസ്റ്റാഗ്രാം റീൽസ് ഒക്കെ കണ്ടുകൊണ്ട് കുറെ എണ്ണം ഇറങ്ങിയിട്ടുണ്ട്. ഈ എങ്ങോട്ടെങ്കിലും പോയാൽ മതി എന്നുള്ള. എന്റെ ഒരുപാട് കൂട്ടുകാരന്മാരുണ്ട് മാൾട്ടയിലോട്ട് പോയത്. ഇത് കാരണം ഇന്ത്യയെക്കാട്ടിലും പൈസയൊക്കെ കുറവുള്ള രാജ്യമാണ് അതെന്ന് പറഞ്ഞാൽ. അമേരിക്ക എന്ന് പറഞ്ഞാൽ അർമേനിയയിലേക്ക് കയറി പോയിട്ടുണ്ട് ഒരുപാട് ആൾക്കാർ. അവസാനം അവിടെ ചെന്നപ്പോഴാണ് അവിടെ ഒന്നുമില്ല, അതാണ് ഇതാണ്. ഇനിയിപ്പോ അമേരിക്ക വേണ്ട, അർമേനിയ ആയിരുന്നാലും മതി എന്ന് പറഞ്ഞ് കയറി പോകുന്നു. അവിടെയുള്ള ആൾക്കാരെ അവിടെ നിന്ന് പലായനം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനത്തെ സാഹചര്യങ്ങളുണ്ട്. അതുകൊണ്ട് എങ്ങനെയെങ്കിലും ഒക്കെ, പക്ഷെ പഠിക്കാൻ പോകുന്ന ആൾക്കാരുണ്ട്, നല്ല രീതിയിൽ പഠിച്ച് ഇന്ത്യയിൽ തിരിച്ചു വരുന്ന ആൾക്കാരുണ്ട്, പഠിച്ച് അവിടെ തന്നെ ജോലി തേടുന്ന ആൾക്കാരുണ്ട്. അങ്ങനെയുള്ള ആൾക്കാരൊക്കെ കൃത്യമായിട്ടുണ്ട്. പക്ഷെ വേറൊരു കാര്യം ഇതിൽ എടുത്തു പറയാനുള്ള കാര്യം എന്താ പറയുക, നമ്മുടെ ഇന്ത്യയും ഇപ്പോൾ ഇങ്ങോട്ടേക്ക് വന്ന് നമുക്ക് പൗരത്വം എടുക്കാനുള്ള ഒരു ഈ സംഭവം വളരെ സ്ട്രിക്റ്റ് ആക്കിയിട്ടുണ്ട്. വളരെ സ്ട്രിക്റ്റ് ആക്കിയിട്ടുണ്ട്. എൻ്റെ അമേരിക്കയിലുള്ള ഒരു ഫ്രണ്ട് എന്നോട് പറഞ്ഞൊരു സംഭവം എന്ന് പറഞ്ഞാൽ, പറ്റില്ല ഇന്ത്യയിലേക്ക് വരാൻ, ഇവിടെ സായിപ്പന്മാർ ഇന്ത്യയിലേക്ക് വരാനായിട്ട് നിൽക്കുന്നുണ്ട്. കാരണം അവർക്ക് ഇവിടെ ഈ സ്പിരിച്വൽ ടൂറിസം ഒക്കെ ഉണ്ട്. ഹിന്ദുയിസത്തിനോട് ഭയങ്കര താല്പര്യമുള്ള സായിപ്പന്മാരുണ്ട്. അവർ ഇങ്ങോട്ടേക്ക് വരാം. അപ്പൊ അവര് പറയുന്നത് നടക്കുന്നില്ല എന്നാണ് പറയുന്നത്. അത് നടക്കുന്നില്ല. അല്ല, 100,000 നിലവിലുണ്ട്. ഇപ്പൊ അമേരിക്ക ആ ഇസ്കോണിൽ ഒരുപാട് പേര് അമേരിക്ക പെട്ടിട്ടുണ്ട് നിലവിൽ. അമേരിക്കയിലേക്ക് ഇന്ത്യക്കാർ പോകുന്നതിനെക്കാട്ടിലും 100,000 ചോദ്യങ്ങളാണ് ഇവർ ചോദിക്കുന്നത് എന്നാണ് അയാൾ പറയുന്നത്. അല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങോട്ട് വന്ന് വിവാഹിതനായിരിക്കണം എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ യുവതിയെ വിവാഹിതനായിരിക്കണം. അങ്ങനെ കല്യാണം കഴിക്കാൻ വരെ ശ്രമിച്ചിട്ടുണ്ടെന്ന് പറയുന്നത്. കല്യാണം കഴിച്ചിട്ട് ഇവിടെ വന്ന് ഡിവോഴ്സ് ചെയ്യാൻ, കല്യാണം കഴിച്ചിട്ട് ഇവിടെ വന്ന് ഡിവോഴ്സ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പൊ ഇത് ഒരു രാജ്യത്തിന്റെ മാത്രം പ്രശ്നമല്ല, ഇത് മൊത്തത്തിൽ ലോകം മുഴുവൻ നേരിടുന്ന ഒരു പ്രശ്നമാണ് ഈ കുടിയേറ്റ പ്രശ്നം എന്ന് പറയുന്നത്. ട്രംപ് തുടങ്ങി വെക്കും മുമ്പേ തന്നെ പല രാജ്യങ്ങളും ഈ കുടിയേറ്റക്കാരെ ഒഴിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. അത് അമേരിക്ക ചെയ്യുമ്പോൾ അത് എന്താണ്, ലോകത്തിലെ ഏറ്റവും വലിയ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള കൺട്രിയാണ്, അത് അറിയുന്നു എന്നുള്ളത് മാത്രമാണ്. എന്തായാലും C-7 വിമാനം അതിൽ എത്തുന്ന ആൾക്കാരെ നമ്മുടെ രാജ്യം നിരീക്ഷിക്കാൻ പോവുകയാണ്. താങ്ക് യു വിച്ചേട്ടാ. താങ്ക് യു സോ മച്ച്.